ഹലോ മക്കളെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന ചാപ്റ്ററാണ്. അത് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഗ്യാസ് ലോസ് ആണ്. ഗ്യാസ് ലോസ്. ഗ്യാസ് ലോസ് ആക്ച്വലി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഗ്യാസിൻ്റെ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഡിഫറൻറ്റ് തെർമോഡൈനാമിക് സ്റ്റേറ്റിലുള്ള ഒരു ഗ്യാസിൻ്റെ ബിഹേവിയർ പല എക്സ്പെരിമെൻറ്റുകളിലായിട്ട് അത് കാണിക്കുന്ന ബിഹേവിയർ പഠിക്കാൻ വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് ഗ്യാസ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വി ക്യാൻ സേ ഗ്യാസ് ലോസ് എസ്റ്റാബ്ലിഷ്ഡ് ടു study and analyze the gases at different thermodynamic states in various experiments. ഓക്കെ, ഇതാണ് നമ്മൾ ഗ്യാസ് ലോസ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ള ഗ്യാസ് ലോസ്, അതായത് നമുക്ക് ഈ ചാപ്റ്ററിൽ ഫിസിക്സിൽ പഠിക്കാനുള്ള ഗ്യാസ് ലോസ്, ഒന്ന് ബോയിൽസ് ലോ ആണ്, രണ്ട് ചാൾസ് ലോ, മൂന്ന് ഗേ-ലുസാക്സ് ലോ. ഈ മൂന്ന് ലോസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് നമുക്ക് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ബോയിൽസ് ലോ ആണ്. ഓക്കെ, ബോയിൽസ് ലോ. എന്താണ് ബോയിൽസ് ലോ? ബോയിൽസ് ലോ ആക്ച്വലി ഗീവ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രഷർ ആൻഡ് വോളിയം ഓഫ് ഗ്യാസ് അറ്റ് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്, ഡിഫറെൻറ്റ് തെർമോഡൈനാമിക് സ്റ്റേറ്റ്സ്. അപ്പോൾ ഡിഫറെൻറ്റ് തെർമോഡൈനാമിക് സ്റ്റേറ്റ്സിലുള്ള ഗ്യാസിൻ്റെ പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻ, അതാണ് ബോയിൽസ് ലോ. ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: ഫോർ എ ഗിവൺ മാസ് ഓഫ് എ ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഇവിടെ എന്ത് കോൺസ്റ്റന്റ് ആക്കി വെക്കണം നമുക്കളെ പറയുന്നത്? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പോൾ ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണെങ്കിൽ എന്താണ്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് വോളിയം. പ്രഷർ എന്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്? വോളിയത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇതാണ് ബോയിൽസ് ലോ. ഇവിടെ എന്ത് കോൺസ്റ്റന്റ് ആയിരിക്കണം മക്കളെ? ടെമ്പറേച്ചർ, അബ്സല്യൂട്ട് ടെമ്പറേച്ചർ കെപ്റ്റ് ആസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, ഇത് നമുക്ക് മാറ്റിയിട്ട് ഇങ്ങനെ എഴുതാം: P ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി മാറ്റുന്ന സമയത്ത് ഇവിടെ ഒരു കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. അപ്പോൾ എ കോൺസ്റ്റന്റ് ഡിവൈഡ് ബൈ വോളിയം എന്ന് കിട്ടും. ദാറ്റ് മീൻസ് PV ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇതാണ് ബോയിൽസ് ലോ. PV ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഓക്കെ, ഈ ഗ്യാസ് രണ്ട് തെർമോഡൈനാമിക് സ്റ്റേറ്റിലാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു സ്റ്റേറ്റിലുള്ള പ്രഷർ P1 ആണ്, കറസ്പോണ്ടിങ് വോളിയം V1. മറ്റൊരു സ്റ്റേറ്റിൽ പ്രഷർ P2, കറസ്പോണ്ടിങ് വോളിയം V2 ആണെങ്കിൽ ദ പ്രോഡക്റ്റ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം ഈസ് എ കോൺസ്റ്റന്റ്. ദാറ്റ് ഈസ് വി ക്യാൻ സേ P1. So we can say P1 V1 is equal to P2 V2. P1 V1 is equal to P2 V2. ഇതാണ് ബോയിൽസ് ലോ. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഐസോതെർമൽ പ്രോസസ്സിൽ വി ക്യാൻ റൈറ്റ് PV ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ഓർ P1 V1 ഈക്വൽ ടു P2 V2. ഇതാണ് ബോയിൽസ് ലോ. ഓക്കെ, ഇനി ഇതുമായി റിലേറ്റഡ് ആയിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഇതിൻ്റെ ഗ്രാഫ് വരക്കാൻ ചോദിക്കും. ബോയിൽസ് ലോയിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫ് എങ്ങനെ വരക്കാം? അപ്പോൾ അതിൻ്റെ ഗ്രാഫ് വരക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്കറിയാം, ഈ ആക്സിൽ പ്രഷർ എടുക്കുക, ഈ ആക്സിൽ വോളിയം എടുക്കുക. നമുക്കറിയാം പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയമാണ്. ഇങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഗ്രാഫ് നമുക്കറിയാം, പ്രഷർ കൂടുന്തോറും എന്ത് ചെയ്യണം? വോളിയം കുറഞ്ഞു വരണം. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. സോ ദിസ് ഈസ് ദ ഗ്രാഫ്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള കേസിൽ
ഇതാണ് ഈ ഗ്രാഫിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ഇവിടെയുള്ള കേസ് നിങ്ങൾക്ക് ചില പോയിന്റ്സുകൾ കാണിക്കുന്നു. ഇതാ ഈ ഗ്രാഫിൽ ഇവിടെ ഒരു എ എന്ന് പറയുന്ന പോയിന്റ് കാണിച്ചു, ഇവിടെ ഒരു ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് കാണിച്ചു, ഇവിടെ ഒരു സി എന്ന് പറയുന്ന പോയിന്റ് കാണിച്ചു. അങ്ങനെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷറും വോളിയം എല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷറാണ് ഇത്. അത് നമുക്ക് പി എ എന്ന് വിളിക്കാം, പി എ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയമാണ് ഇത്. ഇതാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയം. അതിന് നമുക്ക് എന്ത് കൊടുക്കാം? വി എ എന്ന് വിളിക്കാം. ഈ സി എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ വരച്ചാൽ മതി. സോ ദിസ് ഈസ് വാട്ട് പ്രഷർ കറസ്പോണ്ടിങ് ടു ദ പോയിന്റ് സി. അതേപോലെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയം ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയം. സോ ദിസ് ഈസ് വി സി. അതുപോലെ ബി എന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ എത്രയാണെന്ന് ചോദിച്ചാൽ ഇതാ ഇങ്ങനെ വരച്ചാൽ മതി. സോ ദിസ് ഈസ് പി ബി. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയം ചോദിക്കുകയാണെങ്കിൽ ദിസ് ഈസ് ദ വോളിയം, വി ബി. ഈ രീതിയിൽ നമുക്ക് പ്രഷറും വോളിയം എല്ലാം എന്ത് ചെയ്യാം? ഈ ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ഗ്രാഫിന്റെ ഷേപ്പ് ഇതാണ്. ഇതിന്റെ ഷേപ്പ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം ഈ ഷേപ്പിനെ വിളിക്കുന്ന പേരെന്താണ്? ദിസ് ഈസ് റെക്ടാങ്കുലർ ഹൈപ്പർബോളിക് ഷേപ്പ്. എന്താണ്? റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ്. റെക്ടാങ്കുലർ ഹൈപ്പർബോൾ. ഇതാണ് ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇതേ ഗ്രാഫ് തന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ വരക്കാം. ഇത് ഇങ്ങനെ വരക്കാം. പ്രഷറും 1/v തമ്മിലൊരു ഗ്രാഫ് വരക്കാം. ഇങ്ങനെ വരക്കാം ഗ്രാഫ്. പ്രഷറും 1/v. അപ്പോൾ നമുക്കറിയാം പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/v ആണ് എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ അതിൻ്റെ ഗ്രാഫിൻ്റെ ഷേപ്പ് എങ്ങനെ വരണം മക്കളെ? ഈ രീതിയിലാണ് ഗ്രാഫിൻ്റെ ഷേപ്പ്. സോ ദിസ് ഈസ് ദ ഷേപ്പ് ഓഫ് ദ ഗ്രാഫ്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും വരക്കാം ഗ്രാഫ്. ഈ രീതിയിൽ വരക്കാം. ഇവിടെ നമ്മൾ പി വി എടുക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ വി എടുക്കുക. നമുക്കറിയാം പി വി ഈസ് എ കോൺസ്റ്റൻറ്റ്. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്രഷർ ഇൻറ്റു വോളിയം ഈസ് എ കോൺസ്റ്റൻറ്റ്. സോ വാട്ട് എവർ ബി ദ പ്രഷർ ആൻഡ് വാട്ട് എവർ ബി ദ വോളിയം, പി ഇൻറ്റു വി, ദാറ്റ് പ്രൊഡക്റ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ അതിൻ്റെ കോൺസ്റ്റൻറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗ്രാഫിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് വരിക. ദിസ് ഈസ് ദ ഗ്രാഫ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബോയിൽസ് ലോയിൻ്റെ ഗ്രാഫ് വരക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. എന്താണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, അതിൻ്റെ ഇക്വേഷൻസ് കൃത്യമായി പഠിച്ചു വെക്കുക, അതിൻ്റെ ഗ്രാഫിൻ്റെ ഷേപ്പ് പഠിച്ചു വെക്കുക. ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ലോയിലേക്ക് പോവാം. സെക്കൻഡ് ലോ ഈസ് വാട്ട്? ചാൾസ് ലോ. ചാൾസ് ലോ എന്താണ് ചാൾസ് ലോ? ചാൾസ് ലോ എന്ന് പറയുന്നത് ആക്ച്വലി ഗ്യാസിൻ്റെ വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള ഒരു റിലേഷൻ കാണിക്കുന്ന ലോ ആണ്. ഓക്കെ, അപ്പോൾ അവിടെ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഫോർ എ ഗിവൺ മാസ് ഓഫ് എ ഗ്യാസ്, ഫോർ എ ഗിവൺ മാസ് ഓഫ് എ ഗ്യാസ് നമുക്ക് പറയാൻ പറ്റുന്ന പോയിന്റ് എന്താണ്? ഫോർ എ ഗിവൺ മാസ് ഓഫ് എ ഗ്യാസ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. എന്ത് കോൺസ്റ്റന്റ് ആക്കി വെക്കണം മക്കളെ? പ്രഷർ കോൺസ്റ്റന്റ് ആക്കിയിരിക്കണം എന്ന് പറഞ്ഞാൽ അത് ഏത് പ്രോസസ് ആണ്? ഐസോബാറിക് പ്രോസസ്. ഓക്കെ, അപ്പോൾ ഐസോബാറിക് പ്രോസസ് ആണെങ്കിൽ പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് പറയാം അവിടെ വോളിയം ഓഫ് ദ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. വോളിയം എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ദിസ് ഈസ് ദ ലോ കോൾഡ് ചാൾസ് ലോ ആൻഡ് ഹിയർ വി ആർ കീപ്പിംഗ് പ്രഷർ ആസ് എ കോൺസ്റ്റന്റ്. പ്രഷർ ഇവിടെ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെക്കും. മനസ്സിലായോ? ഇത് നമുക്ക് മാറ്റി എഴുതാം എങ്ങനെ? വി ഈസ് ഈക്വൽ ടു അവിടെ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി മാറ്റുന്ന സമയത്ത് വി ക്യാൻ ഇൻട്രൊഡ്യൂസ് എ കോൺസ്റ്റന്റ്, ദാറ്റ് ഈസ് എ കോൺസ്റ്റന്റ് ഇൻറ്റു ടി എന്ന് എഴുതാം. അല്ലെങ്കിൽ വി ബൈ ടി ഈസ് ഈക്വൽ ടു വാട്ട്? കോൺസ്റ്റന്റ്. വി ബൈ ടി ഈസ് ഈക്വൽ ടു വാട്ട്? കോൺസ്റ്റന്റ്. അപ്പൊ ഇതാണ് എന്ത് എന്ന് പറയുന്നത്? ദിസ് ഈസ് കോൾഡ് ചാൾസ് ലോ. Okay, and here what is constant? Pressure is a constant. Okay, ഇനി ഈ ഗ്യാസ് രണ്ട് ഡിഫറെൻറ്റ് സ്റ്റേറ്റിലാണ് ഉള്ളത്. ഓക്കെ, ഒരു സ്റ്റേറ്റിൽ വോളിയം V1 കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ T1, വോളിയം V2 കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ T2. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ മാറ്റി എങ്ങനെ എഴുതാം? V by T is a constant, so V1 divided by T1 is equal to V2 divided by T2. So this is the another form of Charles law. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരക്കാം? ഇതിൻ്റെ ഗ്രാഫ് നമുക്ക് എങ്ങനെ വരക്കാം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ നമുക്ക് പറയാം ഇതിൻ്റെ ഗ്രാഫ് വളരെ എളുപ്പത്തിൽ നമുക്ക് വരക്കാം. നമ്മൾ ഒരു ആക്സിസിൽ വോളിയം എടുക്കുന്നു, ഒരു ആക്സിസിൽ ടെമ്പറേച്ചർ എടുക്കുന്നു. നമുക്കറിയാം
അക്കോർഡിംഗ് ടു ചാൾസ് ലോ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? ടെമ്പറേച്ചർ ആണ്, അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഓക്കെ, ഇറ്റ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആൻഡ് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ മീൻസ് വാട്ട്? ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ലൈക്ക് ദിസ്. ഓക്കെ, അതുപോലെ ഈ ഗ്രാഫിന് നമുക്ക് മറ്റൊരു രീതിയിൽ വരക്കാം. എങ്ങനെ? ഈ രീതിയിൽ വരക്കാം. ഈ ആക്സിസ് നമുക്ക് വോളിയം ഡിവൈഡ് ബൈ ടെമ്പറേച്ചർ എടുക്കുക, ഇവിടെ ടെമ്പറേച്ചർ എടുക്കുക. നമുക്കറിയാം V/T ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. അപ്പോൾ വാട്ട് എവർ ബി ദ ടെമ്പറേച്ചർ ആൻഡ് വാട്ട് എവർ ബി ദ വോളിയം, V/T ഈസ് എ കോൺസ്റ്റന്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഫോർ എ ഗിവൺ മാസ് ഓഫ് എ ഗ്യാസ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഗ്രാഫ് എന്ത് വരണം? കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ V/T എല്ലായ്പ്പോഴും ഒരേ വാല്യൂ തന്നെ കിട്ടുന്നു. സോ ദിസ് ഈസ് ദ ഗ്രാഫ്. അപ്പോൾ ഇതാണ് ചാൾസ് ലോയിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദാറ്റ്? ദാറ്റ് ഈസ് കോൾഡ് ഗേ-ലുസാക്സ് ലോ. സോ ഗേ-ലുസാക്സ് ലോ. എന്താണ് ഗേ-ലുസാക്സ് ലോ? This is actually the relation between pressure and temperature. Pressure and temperature തമ്മിലുള്ള റിലേഷൻ ആണ്. ആൻഡ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് വെരി സിമ്പിൾ. ഫോർ എ ഗിവൺ മാസ് ഓഫ് എ ഗ്യാസ്, തന്നിരിക്കുന്ന ഒരു ഗ്യാസിന്റെ കേസിൽ ഫോർ എ ഗിവൺ മാസ് ഓഫ് എ ഗ്യാസ് അറ്റ് എ കോൺസ്റ്റന്റ് വോളിയം. ഇവിടെ എന്താണ് കോൺസ്റ്റന്റ് ആക്കി വെക്കേണ്ടത്? വോളിയമാണ് എന്ന് പറഞ്ഞാൽ അത് ഏത് പ്രോസസ്? ഐസോകോറിക് പ്രോസസ് ആണ്, വോളിയം കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ്. അങ്ങനെയുള്ള ഒരു പ്രോസസ്സിൽ നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റുന്നത്? പ്രഷർ ഓഫ് ദ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വാട്ട്? ഇറ്റ്സ് ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? അതിന്റെ ആബ്സല്യൂട്ട് ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ P പ്രൊപ്പോർഷണൽ ടു T ആണ്. ഓക്കെ, അവിടെ എന്ത് കോൺസ്റ്റന്റ് ആയിരിക്കണം മക്കളെ? വോളിയം ഈസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, ഇത് നമുക്ക് മാറ്റി എഴുതാം. എങ്ങനെ? P ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി മാറ്റുന്ന സമയത്ത് എ കോൺസ്റ്റന്റ് ഇൻറ്റു എന്ത് എഴുതിയാൽ മതി? ടെമ്പറേച്ചർ, അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ദാറ്റ് ഈസ് P ഡിവൈഡഡ് ബൈ T ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. സോ ദിസ് ഈസ് ഗേ-ലുസാക്സ് ലോ. And provided volume kept as a constant, that is process is what? Isochloric process. ഇനി നിങ്ങൾ വിചാരിക്കുക, ഈ ഗ്യാസ് രണ്ട് ഡിഫറെന്റ് തെർമോഡൈനാമിക് സ്റ്റേറ്റിലാണുള്ളത്. ഒരു സ്റ്റേറ്റിലുള്ള പ്രഷർ P1 ടെമ്പറേച്ചർ T1 ആണ്, മറ്റൊരു സ്റ്റേറ്റിൽ P2 ടെമ്പറേച്ചർ T2 ആണെങ്കിൽ we can say P/T is a constant. That means P1 divided by T1 is equal to P2 divided by T2. ഇതാണ് ഇതിന്റെ മറ്റൊരു ഫോം, ദാറ്റ് ഈസ് ഗേ-ലുസാക്സ് ലോയുടെ ഫോം ആണിത്. അപ്പോൾ ഈ രീതിയിൽ ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. സോ ദിസ് ഈസ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഇക്വേഷൻ ഓഫ് വാട്ട്? ഗേ-ലുസാക്സ് ലോ. ഇനി നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫ് എങ്ങനെയാണ് വരക്കുന്നത് നോക്കാം. ഈ ഗ്രാഫ് വരക്കാനും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മൾ ഒരു ആക്സിസിൽ എന്തെടുക്കുക? പ്രഷർ എടുക്കുക, അടുത്ത ആക്സിസിൽ ടെമ്പറേച്ചർ എടുക്കുക. നമുക്കറിയാം പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റന്റ് വോളിയം. അപ്പോൾ ഇവിടെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഗ്രാഫ് എന്തായിരിക്കണം? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം, സ്റ്റാർട്ടിങ് ഫ്രം ദ ഒറിജിൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഗ്രാഫ് എന്തായിരിക്കണം? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം, സ്റ്റാർട്ടിങ് ഫ്രം ദ ഒറിജിൻ. സോ ദിസ് ഈസ് ദ ഷേപ്പ് ഓഫ് ദ ഗ്രാഫ്. ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ സ്റ്റാർട്ടിങ് ഫ്രം ദ ഒറിജിൻ. ഓക്കെ, ഇനി ഇതേ ഗ്രാഫ് തന്നെ മറ്റൊരു രീതിയിൽ വരക്കാം. എങ്ങനെ? നമ്മൾ മുന്നേ പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? ഇവിടെ P/T എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഇവിടെ P/T എടുക്കുക, ഇവിടെ T എടുക്കുക. നമുക്കറിയാം P/T ഈസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, അറ്റ് കോൺസ്റ്റന്റ് വോളിയം. അപ്പോൾ വാട്ട് എവർ ബി ദ പ്രഷർ ആൻഡ് വാട്ട് എവർ ബി ദ ടെമ്പറേച്ചർ, ഓക്കെ, P/T എന്താണ്? കോൺസ്റ്റന്റ്. അപ്പോൾ ടെമ്പറേച്ചർ എത്ര മാറിയാലും ശരി, വോളിയം എത്ര മാറിയാലും ശരി, കോൺസ്റ്റന്റ് വോളിയത്തിലാണ് ഈ പ്രോസസ് നടക്കുന്നതെങ്കിൽ നമുക്ക് പറയാം P/T എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ അതിന്റെ വാല്യൂ ഒരു കോൺസ്റ്റന്റ് കിട്ടണം. സോ ദിസ് ഈസ് ദ ഗ്രാഫ്. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ ഇതാണ് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്യാസ് ലോസ് നിങ്ങൾക്ക് ഫിസിക്സിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി ഇതുമായി റിലേറ്റഡ് ആയിട്ട് സാധാരണ ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഉദാഹരണത്തിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് എന്ന് വിചാരിക്കുക. നിങ്ങൾ തരുന്നൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരു ഗ്രാഫ് തരുന്നു. നിങ്ങൾക്ക് തരുന്ന ഗ്രാഫ് ഇതാണ്. ഇവിടെ വോളിയം, ഇവിടെ ടെമ്പറേച്ചർ. നിങ്ങൾക്ക് ഈ ഗ്രാഫ് 2 കേസുകളായിട്ടാണ് തരുന്നത്. ഒന്ന് ഇങ്ങനെ തരുന്നു, ഒന്ന് ഇങ്ങനെ തരുന്നു. ഓക്കെ, ഇത് P1
എന്ന് പറയുന്ന പ്രഷറിൽ വരച്ചിരിക്കുന്ന ഗ്രാഫാണ്. എന്ന് പറഞ്ഞാൽ പ്രഷർ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെച്ചു ആൻഡ് ദാറ്റ് പ്രഷർ ഈസ് P1 ആൻഡ് ഹിയർ ഫോർ ദിസ് ഗ്രാഫ് പ്രഷർ ഈസ് P2 ആൻഡ് ദാറ്റ് പ്രഷർ ഈസ് കെപ്റ്റ് ആസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ നമുക്ക് രണ്ട് ഗ്രാഫുകൾ കിട്ടി ഫോർ ദ സെയിം ഗ്യാസ്. ഓക്കെ, ആൻഡ് ഫസ്റ്റ് വി ഫിക്സ്ഡ് പ്രഷർ P1, then we draw a graph. ഓക്കെ, അടുത്തത് നമ്മൾ എന്ത് ചെയ്തു, പ്രഷർ P2 ആയിട്ട് ഫിക്സ് ചെയ്തു, മറ്റൊരു ഗ്രാഫ് വരച്ചു. അപ്പോൾ ഇങ്ങനെ നമുക്ക് രണ്ട് ഗ്രാഫുകൾ കിട്ടി. നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, ഈ ഗ്രാഫ് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഇവിടെ P1 ഉം P2 എത്രയാണ്. P1 ഈക്വൽ ടു P2 ആണോ, അല്ലെങ്കിൽ P1 ഗ്രേറ്റർ ദാൻ P2 ആണോ, അതുമല്ലെങ്കിൽ P2 ഗ്രേറ്റർ ദാൻ P1 ആണോ. ഓക്കെ, നാലാമത്തെ ഓപ്ഷൻ പറഞ്ഞത് എന്താണ്, അൺപ്രഡിക്റ്റബിൾ. നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും പറയാൻ സാധിക്കില്ല. ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ തരുന്നതെന്ന് വിചാരിക്കുക. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തരുന്നതെങ്കിൽ നമ്മൾ ഇത് എങ്ങനെ സോൾവ് ചെയ്യുന്നതാണ്. ഇത് വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാനുള്ള മാർഗ്ഗം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. അതായത് ടൈം ആക്സിസിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. എവിടെ നിന്നാണ് വരയ്ക്കുന്നത്, ടൈം ആക്സിസിൽ നിന്ന് നമ്മളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നത്. ഇങ്ങനെ ഞാനൊരു പെർപെൻഡിക്കുലർ വരച്ചു, ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ ടൈം ആക്സിസ് എന്ന് വരച്ച ഒരു പെർപെൻഡിക്കുലറാണ്. അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റുന്നത് ഈ ടൈം ആക്സിസ് എന്ന് വരച്ച ഈ പെർപെൻഡിക്കുലർ രണ്ട് പോയിന്റിൽ ടച്ച് ചെയ്യുന്ന കാണാം. ഒന്ന് P1 പ്രഷറിന്റെ ഗ്രാഫിൽ ഇവിടെയും P2 പ്രഷറിന്റെ ഗ്രാഫിൽ ഇവിടെയും ടച്ച് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ഗ്രാഫിന്റെ ഈ പോയിന്റിൽ നിന്ന് നിങ്ങൾ വോളിയം ആക്സിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. അതുപോലെ തന്നെ വോളിയം ആക്സിലേക്ക് ഇവിടുന്നും ഒരു എന്ത് ചെയ്യുക, ഒരു പെർപെൻഡിക്കുലർ. ഈ രണ്ട് പോയിന്റ് എന്ത് ചെയ്യുക, വോളിയം ആക്സിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി, അപ്പോൾ നിങ്ങൾക്ക് ഈ വോളിയം ആക്സിസിൽ രണ്ട് പോയിന്റ്സ് കിട്ടി എന്ന് പറഞ്ഞാൽ രണ്ട് വാല്യൂസ് കിട്ടി. ഒന്ന് P1 പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയം കിട്ടി V1, അടുത്തത് V2 അതായത് P2 പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയം കിട്ടി V2, ആൻഡ് ഹിയർ വി ഫിക്സ് ദ ടെമ്പറേച്ചർ ആസ് എ കോൺസ്റ്റന്റ്. അതായത് ഫോർ എ ഗിവൺ ടെമ്പറേച്ചർ നമുക്ക് എന്ത് കിട്ടി, രണ്ട് വോളിയം ഈ ഗ്രാഫിൽ കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ആക്ച്വലി ചെയ്തതെന്ന് ചോദിച്ചാൽ ടെമ്പറേച്ചർ എന്ത് ചെയ്തു, ഫിക്സ് ചെയ്തു. എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ എന്താക്കി എടുത്തു, കോൺസ്റ്റന്റ് ആക്കി എടുത്തു. അങ്ങനെ കോൺസ്റ്റന്റ് ആക്കി എടുത്ത് നോക്കിയപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്, ഏത് വോളിയമാണ് കൂടുതൽ, V1 ആണോ V2 ആണോ കൂടുതൽ. നമ്മൾ ഈ ഗ്രാഫ് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് V2 ആണ് എന്തിനേക്കാൾ കൂടുതൽ, V1നേക്കാൾ കൂടുതൽ. സോ V2 ഗ്രേറ്റർ ദാൻ V1. ശരിയല്ലേ. ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏത് ലോ അപ്ലിക്കബിൾ ആണ്, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കിയതുകൊണ്ട് ഏത് ലോ ആണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്, ബോയിൽസ് ലോ. സോ P പ്രൊപ്പോർഷണൽ ടു 1/V ആണ്. എന്ന് പറഞ്ഞാൽ വോളിയം കൂടുമ്പോൾ പ്രഷർ എന്ത് ചെയ്യണം, കുറയണം. അപ്പോൾ ഏത് വോളിയമാണ് കൂടുതൽ, V2 ആണ് കൂടുതൽ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ എന്തായിരിക്കും, കുറവായിരിക്കും. ഓക്കെ, V1 എന്ന് പറയുന്ന വോളിയം കുറവാണ്, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ എന്തായിരിക്കും, കൂടുതലായിരിക്കും. സോ ആൻസർ ഈസ് P1 ഈസ് ഗ്രേറ്റർ ദാൻ P2. ഈ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഈ രീതിയിൽ ക്വസ്റ്റ്യൻ തരുന്നു. നേരത്തെ ചോദിച്ച അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് തരുന്നത് P-യും T-യും തമ്മിലൊരു ഗ്രാഫ് തന്നു. ഓക്കെ, നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് രണ്ട് ഗ്രാഫുകൾ തരുന്നു. ഒന്ന് ഇങ്ങനെയാണ് ഗ്രാഫ് ഉള്ളത്, അടുത്ത ഗ്രാഫ് ഇങ്ങനെയാണ്. ഇങ്ങനെ രണ്ട് ഗ്രാഫുകൾ തന്നു. ഇവിടെയുള്ളത് ഈ ഗ്രാഫ് വരക്കുന്ന സമയത്ത് ഞാൻ വോളിയം V1 ആയിട്ട് ഫിക്സ് ചെയ്തു. ഈ ഗ്രാഫ് വരക്കുന്ന സമയത്ത് ഞാൻ വോളിയം V2 ആയിട്ട് എന്ത് ചെയ്തു, ഫിക്സ് ചെയ്തു. എന്നിട്ട് ഞാൻ ഗ്രാഫ് വരച്ചു. അപ്പോൾ ഗ്രാഫ് വരച്ചപ്പോൾ കിട്ടുന്ന ഗ്രാഫ് ഇങ്ങനെയാണ്. ഇതാണ് ഷേപ്പ് കിട്ടിയത്. നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, ഈ ഗ്രാഫിൽ V1 V2 ഈക്വൽ ആണോ, അല്ലെങ്കിൽ V1 ഗ്രേറ്റർ ദാൻ V2 ആണോ, അതുമല്ലെങ്കിൽ V2 ഗ്രേറ്റർ ദാൻ V1 ആണോ, അതുമല്ലെങ്കിൽ എന്താ ചോദിക്കുന്നത്, അൺപ്രഡിക്റ്റബിൾ. ഇതിനെപ്പറ്റി എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഇതിലേതാണ് നിങ്ങളുടെ ആൻസർ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് ഇത് ചെയ്യുന്ന അറിയില്ലെങ്കിൽ നിങ്ങൾ എന്താ ഇത് അൺപ്രഡിക്റ്റബിൾ, എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറയാം. ശരിയല്ലേ. പക്ഷേ ആക്ച്വലി എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അപ്പോൾ ഇത് ചെയ്യാനും വളരെ എളുപ്പമാണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നേരത്തെ ചെയ്ത അതേ മെത്തേഡ് എന്ത് ചെയ്യാം മക്കളെ, നിങ്ങൾ എന്ത് ചെയ്യണം, അതായത് ഈ ആക്സിസ് ഏതെങ്കിലും ഒരു ആക്സിസ് എന്നൊരു പെർപെൻഡിക്കുലർ അങ്ങ് വരയ്ക്കുക. ഇപ്പം ഞാൻ ഈ ടെമ്പറേച്ചർ ആക്സിന് പെർപെൻഡിക്കുലർ വരച്ചു. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അത് ഈ രണ്ട് പോയിന്റിൽ എന്ത് ചെയ്യുന്നു, ടച്ച് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പോയിന്റിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങോട്ടേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക, ഈ ആക്സിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, നമുക്ക് രണ്ട് പ്രഷർ വാല്യൂസ് കിട്ടുന്നു. ഇത് V1 എന്ന് പറയുന്ന വോളിയത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഇത് P1 എന്ന് കൊടുക്കുന്നു. ഇത് V2 വോളിയത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് കൊണ്ട് ഇതിന് P2 എന്ന് കൊടുക്കുന്നു.
ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് കോൺസ്റ്റന്റ് ആക്കി വെച്ചു? ടെമ്പറേച്ചർ ടി ആയിട്ട് എടുത്തു. ദാറ്റ് ഈസ് ടെമ്പറേച്ചർ ഈസ് കെപ്റ്റ് ആസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ ഇവിടെ ഞാൻ എന്തായിട്ട് എടുത്തു? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി എടുത്തു. അങ്ങനെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി എടുത്തു. അപ്പോൾ കോൺസ്റ്റന്റ് ആക്കി എടുത്ത സമയത്ത് എനിക്ക് എന്താ കിട്ടിയത്? പ്രഷറിന്റെ രണ്ട് വാല്യൂസ് കിട്ടി. ഇതിൽ ഏത് പ്രഷറാണ് കൂടുതൽ? P1 ആണോ P2 ആണോ കൂടുതൽ? ഇതാണ് P1, ഇതാണ് P2. ഈ ഗ്രാഫ് വളരെ ക്ലിയർ ആണ്. P2 ഗ്രേറ്റർ ദാൻ എന്താണ്? P1 ആണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ ടെമ്പറേച്ചറാണ് നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെച്ചത്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചത് P പ്രൊപ്പോർഷണൽ ടു എന്താണ്? 1/V ആണ്. ദാറ്റ് ഈസ് ബോയിൽസ് ലോ അല്ലേ? അപ്പോൾ പ്രഷർ കൂടുമ്പോൾ എന്ത് ചെയ്യണം? വോളിയം കുറയണം. അപ്പോൾ ഏത് പ്രഷറാണ് കൂടുതൽ? P2 ആണ് കൂടുതൽ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയം കുറവായിരിക്കും അല്ലേ? P1 ആണ് കുറവ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയം കൂടുതലായിരിക്കും. സോ V1 ഗ്രേറ്റർ ദാൻ എന്താണ്? V2. ഇതാണ് ഇതിന്റെ ആൻസർ. സോ വെരി സിമ്പിൾ. ശരിയല്ലേ? ഓക്കെ, അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചാലോ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് വന്നു. ഇത് പ്രഷർ, ഇത് വോളിയം തമ്മിലൊരു ഗ്രാഫ് തന്നു. ഓക്കെ, ആ ഗ്രാഫ് നിങ്ങൾ വരച്ച സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗ്രാഫ് ഇങ്ങനെയാണ്, രണ്ടാമത്തെ ഗ്രാഫ് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ രണ്ട് ഗ്രാഫുകൾ കിട്ടി. ഓക്കെ, ഇത് വരക്കുന്ന സമയത്ത് ഞാൻ എന്ത് കോൺസ്റ്റന്റ് ആക്കി വെച്ചു? ടെമ്പറേച്ചർ T1 ആയിട്ട് എടുത്തു. ഈ ഗ്രാഫ് വരക്കുമ്പോൾ ടെമ്പറേച്ചർ T2 ആയിട്ട് എടുത്തു. നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ T1ഉം T2ഉം തമ്മിലുള്ള റിലേഷൻ അയച്ചത്. T1 ഈക്വൽ ടു T2, T1 ഗ്രേറ്റർ ദാൻ T2 ആൻഡ് T2 ഗ്രേറ്റർ ദാൻ T1. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ എന്താണ്? ഓക്കെ, ഒറ്റ ചെറിയൊരു മിസ്റ്റേക്ക്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്? T2 ഗ്രേറ്റർ ദാൻ T1 ആൻഡ് ദ ലാസ്റ്റ് ഓപ്ഷൻ എന്താണ്? അൺപ്രഡിക്റ്റബിൾ. ഇതെങ്ങനെയാ മക്കളെ ചെയ്യുക? നേരത്തെ പോലെ തന്നെ ഒരു വ്യത്യാസവും ഇല്ല. ഇതെല്ലാം ചെയ്യാൻ വളരെ എളുപ്പമാണ് മക്കളെ. എന്താ ചെയ്യേണ്ടത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു ആക്സിസിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. അതായത് ഏതെങ്കിലും ഒരു ആക്സിസ് ഫിക്സ് ചെയ്യുക. അവിടുന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഇങ്ങനെ പെർപെൻഡിക്കുലർ വരച്ചു. ഇപ്പോൾ പെർപെൻഡിക്കുലർ വരച്ച സമയത്ത് നമുക്ക് ഇവിടെ രണ്ട് പോയിന്റിൽ ടച്ച് ചെയ്യുന്ന കാണാം. ഒന്ന് ഇവിടെ ടച്ച് ചെയ്യുന്നു, ഒന്ന് ഇവിടെ ടച്ച് ചെയ്യുന്നു അല്ലേ? അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു പെർപെൻഡിക്കുലർ വരക്കാം, ഇങ്ങോട്ടേക്ക് ഒരു പെർപെൻഡിക്കുലർ വരക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? പ്രഷറിന്റെ ആക്സിസിൽ രണ്ട് വാല്യൂസ് കിട്ടി. ഇതിന് നമ്മൾ P1 എടുത്തു, കാരണം T1 ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആണ്. ഇത് P2 എടുത്തു, T2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് കോൺസ്റ്റന്റ് ആക്കി വെച്ചത്? വോളിയം ആക്സിസിൽ ഒരു പോയിന്റേ ഉള്ളൂ. അപ്പോൾ വോളിയം എന്താക്കി എടുത്തു? ഫിക്സ് ചെയ്തു. അതായത് ഇവിടെ ഞാൻ വോളിയം കോൺസ്റ്റന്റ് ആക്കി എടുത്തുകൊണ്ടാണ് ഈ ആൻസർ പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? ഈ വോളിയം കോൺസ്റ്റന്റ് ആക്കി വെച്ച സമയത്ത് നമുക്ക് പ്രഷർ ആക്സിസിൽ രണ്ട് പോയിന്റ് കിട്ടി. ഒന്ന് P1ഉം P2ഉം. ഇതിൽ ഏതാണ് കൂടുതൽ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയാം. P2 ഈസ് ഗ്രേറ്റർ ദാൻ എന്താണ്? P1 ആണ്. സോ P2 ഗ്രേറ്റർ ദാൻ P1 എന്ന് എഴുതാം. പക്ഷെ ഇവിടെ വോളിയം ആണ് കോൺസ്റ്റന്റ് ആക്കി വെച്ചത്. അപ്പോൾ നമുക്ക് പറയാം വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? ടെമ്പറേച്ചർ ആണ് അല്ലേ? അപ്പോൾ ഇവിടെയുള്ള കേസിൽ P2 ഗ്രേറ്റർ ദാൻ P1 എന്ന് പറയുമ്പോൾ പ്രഷർ കൂടുമ്പോൾ ടെമ്പറേച്ചർ എന്തായിരിക്കും? കൂടുതലായിരിക്കും അല്ലേ? P2 അതായത് P പ്രൊപ്പോർഷൻ T എന്ന് പറയുമ്പോൾ എന്താണ്? പ്രഷർ കൂടുതൽ, അപ്പോൾ ടെമ്പറേച്ചർ കൂടുതൽ. പ്രഷർ കുറവ്, ടെമ്പറേച്ചർ കുറവ്. അപ്പോൾ P2 ആണ് എന്തിനേക്കാൾ കൂടുതൽ? P1നേക്കാൾ കൂടുതലെങ്കിൽ നമുക്ക് പറയാം T2 ഗ്രേറ്റർ ദാൻ എന്താണ്? T1. അപ്പോൾ ഇവിടെയുള്ള കേസിൽ T2 ഗ്രേറ്റർ ദാൻ എന്താണ്? T1 ആണ്. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തരും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം സോൾവ് ചെയ്യാൻ വളരെ എളുപ്പമാണ് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഓർ പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷൻ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അല്ലെങ്കിൽ പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷൻ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഓർ പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷൻ. ഓക്കെ, എന്താണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അല്ലെങ്കിൽ പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷൻ എന്നാണ് ചോദ്യം. ഓക്കെ, ഞാൻ ആദ്യം അത് ഒന്ന് ഡിറൈവ് ചെയ്യാം, എന്നിട്ട് ആ ഇക്വേഷൻ ഏതാണെന്ന് പറയാം. മനസ്സിലായല്ലോ? ഓക്കെ, ഇവിടെ നമ്മൾ ബോയിൽസ് ലോ പഠിച്ചിട്ടുണ്ട്, ചാൾസ് ലോ പഠിച്ചിട്ടുണ്ട്, ഗേ-ലൂസോഫ് ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്യാസ് ലോസ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഏതൊക്കെയാണ് ഗ്യാസ് ലോസ്? നമ്മൾ പഠിച്ച ഗ്യാസ് ലോസ് ഒന്ന് ബോയിൽസ് ലോ ആണ് അല്ലേ? എന്തായിരുന്നു ബോയിൽസ് ലോ പറഞ്ഞത്? എന്തായിരുന്നു ബോയിൽസ് ലോ? ബോയിൽസ് ലോ പറയുന്നത് വോളിയം ഈസ് പ്രൊപ്പോർഷണൽ ടു 1/P അല്ലേ? അല്ലെങ്കിൽ പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? വോളിയം, അല്ലെങ്കിൽ വോളിയം പ്രൊപ്പോർഷണൽ ടു 1/P. രണ്ട് പറഞ്ഞാലും ശരിയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ്. പക്ഷേ ഇവിടെ എന്ത് കോൺസ്റ്റന്റ് ആക്കി വെക്കണം? ടെമ്പറേച്ചർ കെപ്റ്റ് ആസ് എ കോൺസ്റ്റന്റ്. ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെക്കണം. ശരിയല്ലേ? അതുപോലെ പഠിച്ച മറ്റൊരു ലോ ആണ് ചാൾസ് ലോ. എന്താണ് ചാൾസ് ലോ മക്കളെ?
ചാൾസ് ലോയിൽ നമ്മൾ പഠിച്ചത് വോളിയം ഈസ് പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അപ്പോൾ അവിടെ എന്താണ് കോൺസ്റ്റന്റ് ആക്കി വെച്ചത്? പ്രഷർ കെപ്റ്റ് ആസ് എ കോൺസ്റ്റന്റ്. ഇത് രണ്ടും നമ്മൾ പഠിച്ചതാണ്, ശരിയല്ലേ? അപ്പോൾ ഇത് വോളിയത്തിനെ കണക്ട് ചെയ്യുന്നതാണ്, ഇത് വോളിയത്തിനെ കണക്ട് ചെയ്യുന്നതാണ്. ഈ രണ്ടും നമ്മൾ എന്ത് ചെയ്യുക? കമ്പൈൻ ചെയ്യുക. ഇത് രണ്ടും കമ്പൈൻ ചെയ്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? വോളിയം പ്രൊപ്പോർഷണൽ ടു എന്ത് കിട്ടും? T/P എന്ന് കിട്ടും, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? V ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു T ഡിവൈഡ് ബൈ P എന്ന് എടുക്കാം, ശരിയല്ലേ? ഇതിനെ മാറ്റി എഴുതിയാൽ എന്താ കിട്ടുക? V ഡിവൈഡഡ് ബൈ T ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് R എന്ന് എഴുതാം. ഓക്കെ, വാട്ട് ഈസ് R ദർ? R ഈസ് ദ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. സോ നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്താണ്? PV ഡിവൈഡ് ബൈ T ഈസ് എ കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ PV ഈസ് ഈക്വൽ ടു എന്ത് എന്ന് എഴുതാം? RT എന്ന് എഴുതാം. PV ഈസ് ഈക്വൽ ടു RT. ഇതിനെയാണ് നിങ്ങൾ എന്ത് വിളിക്കുന്നത്? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അല്ലെങ്കിൽ പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. സോ ദിസ് ഈസ് ദ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. സോ ദിസ് ഈസ് കോൾഡ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഫോർ 1 mole ഓഫ് ഗ്യാസ്. 1 mole ഓഫ് ഐഡിയൽ ഗ്യാസിന്റെ കേസിലുള്ള ഇക്വേഷനാണ് എന്ത്? PV ഈക്വൽ ടു RT. അപ്പോൾ എന്താണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിലെ പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷൻ എന്ന് വെച്ചാൽ PV ഈക്വൽ ടു RT ആണ്. ആൻഡ് ഇറ്റ് ഈസ് റിട്ടൺ ഫോർ വാട്ട്? 1 mole ഓഫ് ഗ്യാസ്. ഇനി ഇവിടെ n മോൾസ് ഉണ്ട് എന്ന് വിചാരിക്കും. ഒരു മോൾ അല്ല, n മോൾസ് ഉണ്ട് എങ്കിൽ വി ക്യാൻ റീറൈറ്റ് ദിസ് ഇക്വേഷൻ ആസ് PV ഈസ് ഈക്വൽ ടു 1 മോളിൻ്റെത് PV ഈക്വൽ ടു nRT ആണെങ്കിൽ n മോൾസിൻ്റെ എന്തായിരിക്കും? PV ഈസ് ഈക്വൽ ടു nRT. സോ ദിസ് ഈസ് ദ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഫോർ വാട്ട്? n മോൾസ് ഓഫ് ഗ്യാസ്. മനസ്സിലായോ? അപ്പോൾ ഇതിനാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. PV ഈക്വൽ ടു nRT എന്ന് പറയുന്നതാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഇവിടെയുള്ള കേസിൽ നിങ്ങൾ മനസ്സിലാക്കുക, P എന്ന് പറയുന്നത് പ്രഷറാണ്, V എന്ന് പറയുന്നത് എന്താണ്? വോളിയമാണ്. ഓക്കെ, N എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ആണ്, T എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. ആൻഡ് R ഈസ് എ കോൺസ്റ്റന്റ് കോൾഡ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. അപ്പോൾ അവിടെ R എന്താണ്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. ഈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ പ്രധാനമായിട്ടും 2 അസംഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. 2 അസംഷൻസ്. എന്തൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്ത അസംഷൻസ് യൂസ്ഡ് ഫോർ ഡിറൈവിംഗ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അപ്പോൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രധാനമായിട്ടും 2 അസംഷൻസ് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ് ആ 2 അസംഷൻസ് എന്ന് ചോദിച്ചാൽ പറയണം. ഒന്നാമത്തത് എന്താണ്? സോ ദാറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒന്നാമത്തത് എന്താണെന്ന് ചോദിച്ചാൽ there is no force of interaction. There is no force of interaction between the molecules. മോളിക്യൂൾസിൻ്റെ ഇടയിൽ എന്തില്ല? ഒരു തരത്തിലുള്ള ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷനും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് വൺ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ ഐഡിയൽ ഗ്യാസ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഐഡിയൽ ഗ്യാസിൻ്റെ ഇടയിൽ ദർ ഇസ് നോ ഇന്റർ മോളിക്യുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. മോളിക്യൂൾസിൻ്റെ ഇടയിൽ എന്തില്ല? ഫോഴ്സ് ഇല്ല. ദർ ഇസ് നോ ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ. ഓക്കെ, അപ്പോൾ ഐഡിയൽ ഗ്യാസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അസംഷൻ എന്താണ്? ദർ ഇസ് നോ ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ഓഫ് ദ ഗ്യാസ്. ഓക്കെ, ഇനി രണ്ടാമത്തെ അസംഷൻ എന്താണെന്ന് ചോദിച്ചാൽ അസംഷൻ ഇതാണ്: വോളിയം occupied by the gas molecule is negligibly small compared to the volume of the gas. അതായത് ഗ്യാസിന്റെ ടോട്ടൽ വോളിയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓക്കെ, അതായത് ഗ്യാസ് മോളിക്യൂളിന്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ്? നെഗ്ലിജിബിളി സ്മോൾ ആണ്.
ഇതാണ് രണ്ട് അസംഷൻസ്. ഈ രണ്ട് അസംഷൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ഡിറൈവ് ചെയ്തിരിക്കുന്നത്, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇതാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഫോർ n മോൾസ് ഓഫ് ഗ്യാസ് ആൻഡ് ദിസ് ഇസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഫോർ 1 മോൾ ഓഫ് ഗ്യാസ്. ഇത് ഡിറൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അസ്യൂം ചെയ്തത് രണ്ട് കാര്യങ്ങളാണ്. ദർ ഇസ് നോ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾ ആൻഡ് ദ സൈസ് ഓഫ് ദ ഗ്യാസ് മോളിക്യൂൾ ഈസ് നെഗ്ലിജിബിളി സ്മോൾ. എന്താണ് സൈസ് ഓഫ് ദ ഗ്യാസ് മോളിക്യൂൾ? എന്താണ് നെഗ്ലിജിബിളി സ്മോൾ ആണ്. സോ ദീസ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഹിയർ. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പഠിച്ചു. ഈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ തമ്മിൽ നമുക്ക് പല രീതിയിൽ എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ അതുകൂടി പഠിച്ചു വെക്കുക. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ഏതൊക്കെയാണ്? ഓക്കെ, ഒന്നാമത്തത് നമ്മൾ പഠിച്ച ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി ആണ്. പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി. ഓക്കെ, ഇവിടെയുള്ള കേസിൽ ഇത് ഏതിൻ്റെ കേസിലാണ്? ഫോർ എൻ മോൾസ് ഓഫ് ഗ്യാസ് ആണ്. എന്താണ്? ഫോർ എൻ മോൾസ് ഓഫ് ഗ്യാസ് ആണ്. ഫോർ എൻ മോൾസ് ഓഫ് ഐഡിയൽ ഗ്യാസ്. ഓക്കെ, അവിടെ എന്താണ് വി? വാട്ട് ഈസ് വി? ഇവിടെ വി എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? അത് വോളിയം ആണ് അല്ലേ? പക്ഷേ എന്ത് വോളിയം? വോളിയം ഓഫ് എൻ മോൾസ് ഓഫ് ഗ്യാസ് ആണ്. എന്താണ്? വോളിയം ഓഫ് എൻ മോൾസ് ഓഫ് ഗ്യാസ് ആണ് അവിടെ വി എന്ന് പറയുന്നത്. വി ഈസ് ദ വോളിയം ഓഫ് എൻ മോൾസ് ഓഫ് ഗ്യാസ്. ഓക്കെ, ഇതാണ് ഒരു ഫോം. രണ്ടാമത്തെ ഫോം ഇതാണ് പി വി ഈക്വൽ ടു ആർ ടി. പി വി ഈക്വൽ ടു ആർ ടി. ഇത് ഏതിൻ്റെ കേസിലാണ് നമ്മൾ എഴുതുന്നത്? ഫോർ 1 മോൾ ഓഫ് ഗ്യാസ്. എന്താണ്? ഫോർ 1 മോൾ ഓഫ് ഐഡിയൽ ഗ്യാസ്. ഓക്കെ, 1 മോൾ ഐഡിയൽ ഗ്യാസിൻ്റെ കേസിലാണ് ഇക്വേഷൻ പി വി ഈക്വൽ ടു ആർ ടി. അവിടെ എന്താ വി എന്ന് പറഞ്ഞാൽ? വി എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് 1 മോൾ ഓഫ് ഗ്യാസ് ആണ്. എന്താണ്? വോളിയം ഓഫ് 1 മോൾ ഓഫ് ഗ്യാസ് ആണ്. വോളിയം ഓഫ് 1 മോൾ ഓഫ് ഗ്യാസ്, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താണ്? മോളാർ വോളിയം എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? മോളാർ വോളിയം. വോളിയം ഓഫ് 1 മോൾ ഓഫ് ഗ്യാസ് ഈസ് കോൾഡ് മോളാർ വോളിയം. സോ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി ഇതിനെ മറ്റൊരു രീതിയിൽ എഴുതാം. എന്താണെന്നറിയോ? നമുക്കറിയാം എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് ഗിവൺ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡിവൈഡ് ബൈ അവഗാഡ്രോ നമ്പർ എന്നാണ്. നമ്മൾ ഇങ്ങനെ ഒരു ഐഡിയ നിങ്ങൾ മോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് കെമിസ്ട്രിയിൽ. എന്താണ്? എൻ ഈസ് ഈക്വൽ ടു എൻ ഡിവൈഡ് ബൈ എൻ എ ആണ്. അത് നിങ്ങൾ ഈ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? പി വി ഈസ് ഈക്വൽ ടു, നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്തായിരിക്കും? പി വി ഈസ് ഈക്വൽ ടു അവിടെ സ്മോൾ എൻ്റെ സ്ഥാനത്ത് ക്യാപിറ്റൽ എൻ ഡിവൈഡ് ബൈ എൻ എ ഇൻറ്റു ആർ ടി എന്ന് കിട്ടും. ആൻഡ് വി ക്യാൻ റീറൈറ്റ് ദിസ് ഈസ് ഈക്വൽ ടു പി വി ഈസ് ഈക്വൽ ടു എന്തെഴുതാം? എൻ ഇൻറ്റു കെ ബി ടി എന്ന് എഴുതാം. എന്തെഴുതാം? കെ ബി ടി. എൻ ഇൻറ്റു കെ ബി ടി. ഇവിടെ കെ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റ് വിളിക്കുന്ന പേര് എന്താണ്? ബോൾസ്മാൻസ് കോൺസ്റ്റന്റ് വിളിക്കുക. എന്താ വിളിക്കുക? ബോൾസ്മാൻസ് കോൺസ്റ്റന്റ്. ഓക്കെ, സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എന്താണ് കെ ബി? വാട്ട് ഈസ് ആക്ച്വലി കെ ബി ഹിയർ? ബോൾസ്മാൻസ് കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഈസ് ആക്ച്വലി വാട്ട്? ആർ ഡിവൈഡ് ബൈ എൻ എ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ഡിവൈഡ് ബൈ അവഗാഡ്രോ നമ്പർ. ഓക്കെ, ഇതിൻ്റെ വാല്യൂ വേണമെങ്കിൽ ചോദിക്കുക. ഇതിൻ്റെ വാല്യൂ 1.38 ഇൻറ്റു 10⁻⁻23 ജൂൾ പെർ കെൽവിൻ ആണ്. എന്താണ്? ജൂൾ പെർ കെൽവിൻ. ഇതാണ് ഇതിൻ്റെ വാല്യൂ. അത് കൃത്യമായി പഠിച്ചു വെക്കുക കേട്ടോ. കെ ബി എന്ന് പറയുന്നത് എത്രയാണ്, അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് കൃത്യമായി പഠിച്ചു വെക്കുക. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ യൂണിറ്റ് കൃത്യമായി ഓർമ്മിച്ചു വെക്കുക. ഓക്കെ, ഇനി ഇത് ഏതിൻ്റെ കേസിലെ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇത് ആക്ച്വലി എന്താണ്? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഫോർ എൻ മോളിക്യൂൾസ് ഓഫ് ഗ്യാസ് ആണ്. എന്താണ്? എൻ മോളിക്യൂൾസ് ഓഫ് ഗ്യാസ്. എൻ മോളിക്യൂൾസ് ഓഫ് ഗ്യാസ് ആണ്. എൻ മോളിക്യൂൾസ്. അവിടെ എന്താണ് വി എന്ന് പറയുന്നത്? വാട്ട് ഈസ് വി ദർ? അവിടെ വി എന്ന് പറയുന്നത് വോളിയം ഓഫ് എൻ മോളിക്യൂൾസ് ആണ്. വോളിയം ഓഫ് എൻ മോളിക്യൂൾസ് ഓഫ് ഗ്യാസ് ആണ്. വോളിയം ഓഫ് എൻ മോളിക്യൂൾസ് ഓഫ് ഗ്യാസ് ആണ്. അപ്പോൾ ഫോർ 1 മോളിക്യൂൾ എന്താ ഇക്വേഷൻ വരിക? ഫോർ 1 മോളിക്യൂൾസ് പി വി ഈസ് ഈക്വൽ ടു കെ ബി ടി എന്ന് വരിക. എന്താണ്? പി വി ഈക്വൽ ടു കെ ബി ടി. അപ്പോൾ പി വി ഈസ് ഈക്വൽ ടു കെ ബി ടി എന്ന് എഴുതിയാൽ ഇതെന്താണ്? ദിസ് ഈസ് ദ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഫോർ 1 മോളിക്യൂൾ ഓഫ് ഗ്യാസ് ആണ്. ഫോർ 1 മോളിക്യൂൾ ഓഫ് ഗ്യാസ്. അവിടെ വി എന്താണ്? വി ഈസ് കോൾഡ് വോളിയം ഓഫ് 1 മോളിക്യൂൾ ഓഫ് ഗ്യാസ് ആണ്. എന്താണ്? വോളിയം ഓഫ് 1 മോളിക്യൂൾ ഓഫ് ഗ്യാസ്. മനസ്സിലായില്ലേ?
ഓക്കെ, ഇത് കൂടാതെ ഇതിനെ വീണ്ടും നമുക്ക് മാറ്റി എഴുതാം. എങ്ങനെ? ശരിക്കും ശ്രദ്ധിക്കുക. നമുക്ക് നമ്പർ ഓഫ് മോൾസിനെ ഇങ്ങനെ എഴുതാം, ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളിക്കുലാർ മാസ്. ഇങ്ങനെ എഴുതാം. ഈ രീതിയിൽ നമുക്ക് നമ്പർ ഓഫ് മോൾസിനെ മാറ്റി എഴുതാമെന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താണ്? പി വി ഈസ് ഈക്വൽ ടു എന്നിന്റെ സ്ഥാനത്ത് സ്മോൾ എം ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എം ഇൻറ്റു ആർ ടി എന്ന് എഴുതാം. ദാറ്റ് ഈസ് പി വി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു സ്മോൾ ആർ ടി എന്ന് എഴുതാം. എം ഇൻറ്റു സ്മോൾ ആർ ടി. ഇതാണ് ഇക്വേഷൻ. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരെന്താ? വാട്ട് ഈസ് ദിസ് വൺ? ദിസ് ഈസ് ആക്ച്വലി ഐഡിയൽ ഇക്വേഷൻ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഫോർ എം ഗ്രാം ഓഫ് ഗ്യാസ് എന്നാണ്. എം ഗ്രാം ഓഫ് ഗ്യാസ്, എം ഗ്രാം ഓഫ് ഗ്യാസ്. അവിടെ വി എന്താണ്? വി ഈസ് ദ വോളിയം ഓഫ് എം ഗ്രാം ഓഫ് ഗ്യാസ് ആണ്. വോളിയം ഓഫ് എം ഗ്രാം ഓഫ് ഗ്യാസ്. അവിടെ സ്മോൾ ആർ എന്ന് പറയുന്നത് എന്താണ്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് പെർ മോളിക്കുലാർ മാസ്. ആർ ഡിവൈഡ് ബൈ എം ആണ്. ആൻഡ് ഇറ്റ്സ് വാല്യൂ ഇസ് നോട്ട് എ കോൺസ്റ്റന്റ്. ഇറ്റ്സ് വാല്യൂ ചേഞ്ചസ് വിത്ത് ക്യാപിറ്റൽ എം. എല്ലാ ഗ്യാസിന്റെയും എന്താണ്? സ്മോൾ ആറിന്റെ വാല്യൂ ഡിഫറെന്റ് ആണ് കേട്ടോ. ക്യാപിറ്റൽ ആർ ഈസ് എ കോൺസ്റ്റന്റ്, ബട്ട് സ്മോൾ ആർ എന്ന് പറയുന്നത് ആർ ബൈ എം ആണ്. അത് മോളിക്കുലാർ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മോളിക്കുലാർ മാസ് മാറും. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നാച്ചർ ഓഫ് ദ ഗ്യാസ്. മോളിക്കുലാർ മാസ് മാറിക്കൊണ്ടേയിരിക്കും ഗ്യാസ് മാറുന്നതിനനുസരിച്ച്. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ. ഇനി ഫോർ 1 ഗ്രാം ആണെങ്കിൽ എന്താ ഇക്വേഷൻ കിട്ടുക? ഫോർ 1 ഗ്രാം ഓഫ് ഗ്യാസ് എന്തായിരിക്കും ഇക്വേഷൻ വരിക? അപ്പോൾ ഇവിടെ നിങ്ങൾ മാറ്റി എഴുതിയാൽ മതി. പി വി ഈസ് ഈക്വൽ എന്ത് എഴുതിയാൽ മതി? സ്മോൾ ആർ ടി. ഇതാണ് ഇക്വേഷൻ വരിക. പി വി ഈസ് ഈക്വൽ ടു സ്മോൾ ആർ ടി. ഓക്കെ, വെർ വി ഈസ് ദ വോളിയം ഓഫ് 1 ഗ്രാം ഓഫ് ഗ്യാസ്. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി വീണ്ടും ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ ഇക്വേഷനെ മറ്റൊരു രീതിയിൽ എഴുതാം. എന്താണ്? നമ്മളിപ്പോൾ പഠിച്ച ഇക്വേഷൻ പി വി ഈസ് ഈക്വൽ ടു എം ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എം ഇൻറ്റു ആർ ടി എന്ന് എഴുതാമെന്ന് പഠിച്ചു അല്ലേ? ഇത് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ദറ്റ് ഈസ് പി ഇൻറ്റു ക്യാപിറ്റൽ എം ഈസ് ഈക്വൽ ടു എം ഡിവൈഡഡ് ബൈ വി ഇൻറ്റു ആർ ടി. ഇങ്ങനെ മാറ്റി എഴുതാം. അവിടെ ക്യാപിറ്റൽ എമ്മിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കൊണ്ടുപോയി, വോളിയത്തിന് റൈറ്റ് ഹാൻഡ് സൈഡ് കൊണ്ടുപോയി. വാട്ട് ഈസ് എം ബൈ വി? മാസ് ഓഫ് ദ ഗ്യാസ് ഡിവൈഡ് ബൈ വോളിയം. മാസ് ബൈ വോളിയം ഈസ് കോൾഡ് ഡെൻസിറ്റി. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, പി ഇൻറ്റു എം ഈസ് ഈക്വൽ ടു റോ ആർ ടി, വെർ റോ ഈസ് ദ ഡെൻസിറ്റി ഓഫ് ദ ഗ്യാസ്. വെർ റോ ഈസ് ദ ഡെൻസിറ്റി. ഓക്കെ, വെർ റോ ഈസ് ദ ഡെൻസിറ്റി ഓഫ് ദ ഗ്യാസ്. മാസ് ഡിവൈഡഡ് ബൈ വോളിയം, ഡെൻസിറ്റി ഓഫ് ദ ഗ്യാസ്. മനസ്സിലായോ? Okay, so this is a very important question, very important point in terms of density. What is the equation? Equation idana, that is P is equal to rho RT divided by M. ഇതാണ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് വാട്ട്? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഇത്രയും രീതിയിൽ എന്ത് ചെയ്യാം? മാറ്റി എഴുതാം. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമ്മളിവിടെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ പറഞ്ഞു അല്ലേ? ഒരു കോൺസ്റ്റന്റ് കേസ് പറഞ്ഞു. ഏതാണ്? ദാറ്റ് ഈസ് കോൾഡ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് അല്ലേ? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ഏതാണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്? ക്യാപിറ്റൽ ആറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി എന്ന് പറയുന്ന ഈ ഇക്വേഷനിൽ ആറിനെ വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. അതായത് പി വി ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു ടി. ഇതാണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇത് കോൺസ്റ്റന്റ് ആണ് കേട്ടോ. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ഡിപ്പെൻഡിങ് ഓൺ ദ ഗ്യാസ്, ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. ഇതിന്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ വാല്യൂ എത്രയാണ്? ഇറ്റ്സ് വാല്യൂ ഈസ് 8.31 ജൂൾ പെർ മോൾ പെർ കെൽവിൻ ആണ്. ജൂൾ പെർ മോൾ പെർ കെൽവിൻ. ദാറ്റ് മീൻസ് ഇൻ SI സിസ്റ്റം ഇതിന്റെ വാല്യൂ ഇത്രയുമാണ്. അത് പഠിച്ചു വെക്കുക. ആൻഡ് ഇൻ CGS സിസ്റ്റം ഇറ്റ്സ് വാല്യൂ ഈസ് 1.98 കലോറി പെർ മോൾ പെർ ഡിഗ്രി സെൽഷ്യസ് ആണ് ഇൻ CGS സിസ്റ്റം. അപ്പോൾ ഈ വാല്യൂസ് പഠിച്ചു വെക്കുക. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് വാല്യൂ SI സിസ്റ്റത്തിലും CGS സിസ്റ്റത്തിലും കൃത്യമായി പഠിച്ചു വെക്കുക. ബോൾസ്മാൻസ് കോൺസ്റ്റന്റ് വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞു 1.38 ഇൻറ്റു 10⁻⁻23 ജൂൾ പെർ കെൽവിൻ ആണ്. മനസ്സിലായില്ലേ? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഈസ് വാട്ട് ഈസ് ഐഡിയൽ ഗ്യാസ്? എന്താണ് ഐഡിയൽ ഗ്യാസ്? എന്താണ് ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ?
ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി ഒരു ഇക്വേഷൻ പഠിച്ചു. എന്താണ്? PV ഈസ് ഈക്വൽ ടു nRT. ഓക്കെ, ഈ ഇക്വേഷൻ എല്ലാ ടെമ്പറേച്ചറിലും എല്ലാ പ്രഷറിലും ഒബേ ചെയ്യുന്ന ഗ്യാസിനെയാണ് നിങ്ങൾ എന്ത് വിളിക്കുന്നത്? ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത്. സോ ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഗ്യാസ് which obeys ideal gas equation or perfect gas equation. PV is equal to nRT at all temperature and pressure. അപ്പോൾ എല്ലാ ടെമ്പറേച്ചറിലും പ്രഷറിലും ഈ ഇക്വേഷൻ ഒബേ ചെയ്യുന്ന ഗ്യാസുകളെയാണ് നിങ്ങൾ എന്ത് വിളിക്കുന്നത്? ഐഡിയൽ ഗ്യാസ് അല്ലെങ്കിൽ പെർഫെക്റ്റ് ഗ്യാസ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ഒരു റിയൽ ഗ്യാസുകളും എന്ത് ചെയ്യുന്നില്ല? ഈ ഒരു കണ്ടീഷൻ എന്ത് ചെയ്യുന്നില്ല? സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. എല്ലാ ടെമ്പറേച്ചറിലും എല്ലാ പ്രഷറിലും എല്ലാ റിയൽ ഗ്യാസുകളും എന്ത് ചെയ്യുന്നില്ല? ഒബേ ചെയ്യുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ റിയൽ ഗ്യാസിന്റെ ബിഹേവിയർ എന്ന് പറയുന്നത് ഐഡിയൽ ഗ്യാസിന്റെ ബിഹേവിയറിൽ നിന്ന് ഡിഫറൻ്റ് ആണ്. ഓക്കെ, റിയൽ ഗ്യാസിന്റെ ബിഹേവിയർ എന്ന് പറയുന്നത് ഐഡിയൽ ഗ്യാസിന്റെ ബിഹേവിയറിൽ നിന്ന് ഡിഫറൻ്റ് ആണ്. പക്ഷേ എന്ത് ചെയ്യും? ഈ റിയൽ ഗ്യാസ് എന്ന് പറയുന്നത് ഈ ഐഡിയൽ ബിഹേവിയർ ഒബേ ചെയ്യും. എപ്പോഴാന്ന് ചോദിച്ചാൽ എപ്പോഴാണ്? ഫോർ എ കണ്ടീഷൻ എന്താണ്? അറ്റ് ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ട എന്താണ്? ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണ്? നോ റിയൽ ഗ്യാസസ് എന്താണ് ഫുൾഫിൽ ദ എബോവ് കണ്ടീഷൻ. അതായത് മുകളിൽ പറഞ്ഞിരിക്കുന്ന ഈ കണ്ടീഷൻ എന്താണ്? ഒരു റിയൽ ഗ്യാസും എന്ത് ചെയ്യുന്നില്ല? സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല ഫോർ ഓൾ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. പക്ഷേ നിങ്ങൾക്ക് എന്ത് പറയാം? റിയൽ ഗ്യാസസ് എന്ത് ചെയ്യും? ഇത് ഒബേ ചെയ്യും അല്ലെങ്കിൽ ഐഡിയൽ ബിഹേവിയർ കാണിക്കും. എപ്പോഴാണ്? അറ്റ് ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. റിയൽ ഗ്യാസസ് ഷോസ് ഐഡിയൽ ബിഹേവിയർ എപ്പോഴും മാത്രമാണ് കാണിക്കുന്നത്? ഐഡിയൽ ബിഹേവിയർ അറ്റ് ലോ പ്രഷർ ആൻഡ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. സോ ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. റിയൽ ഗ്യാസസ് എപ്പോഴാണ് ഈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അല്ലെങ്കിൽ ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ അറ്റ് ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ ആണ്. എന്തുകൊണ്ടാണ്? ലോ പ്രഷർ ആവുന്ന സമയത്ത് എന്തായിരിക്കും? വോളിയം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു? നിങ്ങളൊരു പ്രീവിയസ് സ്ലൈഡിലേക്ക് പോയാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തത് 2 അസംഷൻസിനെ ബേസ് ചെയ്തിട്ടാണ്. ഏതൊക്കെയാണ്? ദർ ഈസ് നോ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ബിറ്റ്വീൻ ദ ഗ്യാസ്, അല്ലേ? ആൻഡ് ഓൾസോ ദ സൈസ് ഓഫ് ദ ഗ്യാസ് മോളിക്യൂൾ ഈസ് നെഗ്ലിജിബിളി സ്മോൾ ഓർ വോളിയം ഓഫ് ദ ഗ്യാസ് molecule is negligibly small compared to the volume of the gas. ഇത് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ പ്രഷർ ലോ ആയിരിക്കണം. റിയൽ ഗ്യാസ് ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ പ്രഷർ എന്തായിരിക്കണം? ലോ ആയിരിക്കും. ലോ പ്രഷർ എന്ന് പറഞ്ഞാൽ വോളിയം വളരെ കൂടുതലാണ്. അപ്പോൾ ആ ലാർജ് വോളിയം ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഗ്യാസ് മോളിക്യൂൾസിന്റെ വോളിയം നെഗ്ലിജിബിളി സ്മോൾ ആണ്. അപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്തു. പിന്നെ എന്താണ്? ഹൈ ടെമ്പറേച്ചറിലാവുന്ന സമയത്ത് അവിടെയുള്ള ഫോഴ്സ് എന്തായിരിക്കും? ലെസ് ആയിരിക്കും. എന്താണ്? കാരണം അവിടെയുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ്. സോ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് നെഗ്ലിജിബിളി സ്മോൾ. അതുകൊണ്ട് നമുക്ക് ദർ ഇസ് നോ ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ എന്ന് പറയാം. ഏത് കണ്ടീഷൻ ആവുന്ന സമയത്ത് മാത്രം? അറ്റ് ലോ പ്രഷർ ആൻഡ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. സോ ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായി പഠിച്ചു വെക്കുക. ഓക്കെ, അതുപോലെ നിങ്ങളോട് ചോദിക്കുന്നത് ഈ ഐഡിയൽ ബിഹേവിയർ എന്നുള്ള ഡീവിയേഷൻ കാണിക്കുന്ന ഗ്രാഫ് വരക്കാൻ ചോദിക്കും കേട്ടോ. ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് റിയൽ ഗ്യാസ് എന്ത് ചെയ്യുന്നുണ്ട്? ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട്.
ആ ഡീവിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഗ്രാഫ് വരക്കാൻ ചോദിക്കും. ഓക്കെ, അപ്പോൾ അതുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എന്താണ് ഡീവിയേഷൻസ് ഫ്രം എന്താണ് ഐഡിയൽ ബിഹേവിയർ. ഓക്കെ, അപ്പോൾ റിയൽ ഗ്യാസസ് ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അത് കാണിക്കുന്ന 1-2 ഗ്രാഫുകൾ ഞാനിവിടെ വരക്കാം. ശരിക്കും ശ്രദ്ധിക്കുക. ഇതാണ് ഒരു ഗ്രാഫ്. ഈ ആക്സിസിൽ ഞാൻ എടുത്തത് PV/NT ആണ്. PV/NT നമുക്കറിയാം. PV ഈസ് ഈക്വൽ ടു എന്താണ്? NRT ആണ്. സോ PV/N into T ഈസ് ഈക്വൽ ടു R. ദാറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പോൾ ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ ഏത് ടെമ്പറേച്ചറിലാണെങ്കിലും ഏത് പ്രഷറിലാണെങ്കിലും ഏത് വോളിയത്തിലാണെങ്കിലും PV/NT എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ പ്രഷറാണ് എടുക്കുന്നതെന്ന് വിചാരിച്ചു. പ്രഷർ എത്ര മാറിയാലും നിങ്ങൾക്കറിയാം PV/NT ഈസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ അത് ഐഡിയൽ ഗ്യാസ് ആണ് എങ്കിൽ അത് കാണിക്കുന്ന ഗ്രാഫ് ഇങ്ങനെയായിരിക്കും. സോ ദിസ് ഈസ് ദ ഗ്രാഫ് ഓഫ് എന്താണ്? ഐഡിയൽ ഗ്യാസ്. ഐഡിയൽ ഗ്യാസിൻ്റെ കേസിലുള്ള ഗ്രാഫാണിത്. സോ PV/NT ഈസ് എ കോൺസ്റ്റന്റ്. പക്ഷെ റിയൽ ഗ്യാസ് ആണെങ്കിൽ അത് അങ്ങനെയല്ല. റിയൽ ഗ്യാസ് ആണെങ്കിൽ ഇതിൽ നിന്ന് എന്ത് ചെയ്യും? ഡീവിയേറ്റ് ചെയ്യും. അപ്പം നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ഇങ്ങനെയാണ്. ഈ രീതിയിലുള്ള ഗ്രാഫാണ് നിങ്ങൾക്ക് കിട്ടുക. ഈ രീതിയിലുള്ള ഗ്രാഫാണ് കിട്ടുക. ഇങ്ങനെയാണ് ഗ്രാഫ് കിട്ടുക. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഈ രീതിയിലുള്ള ഗ്രാഫാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇങ്ങനെയാണ് ഗ്രാഫ് കിട്ടുക. ഇത് ഞാൻ വരച്ചിരിക്കുന്നത് T1 ടെമ്പറേച്ചറിലാണ്. ഇത് വരച്ചിരിക്കുന്നത് T1 ടെമ്പറേച്ചറുള്ള ഗ്രാഫാണ്. ഇത് T1 ടെമ്പറേച്ചറിൽ വരച്ചിരിക്കുന്ന ഗ്രാഫാണ്. ഇത് T2 ടെമ്പറേച്ചറിൽ വരച്ചിരിക്കുന്ന ഗ്രാഫ്. ഇത് T3 ടെമ്പറേച്ചറിൽ വരച്ചിരിക്കുന്ന ഗ്രാഫാണ്. റിയൽ ഗ്യാസിൻ്റെ ഗ്രാഫാണ്. ഈ റിയൽ ഗ്യാസ് എന്ത് ചെയ്യുന്നുണ്ട്? ഐഡിയൽ ബിഹേവിയറിന് ഡീവിയേറ്റ് ചെയ്യുന്നു. ഇതാണ് ഐഡിയൽ ബിഹേവിയർ. ഈ ഗ്രാഫാണ് ഐഡിയൽ ബിഹേവിയർ എന്ന് കാണിക്കുന്നത്. ഇത് റിയൽ ഗ്യാസിൻ്റെ ഗ്രാഫാണ്. പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഈ ഗ്രാഫ് അതായത് ഈ T1 എന്ന് പറയുന്ന ഈ ടെമ്പറേച്ചറിൽ വരച്ചിരിക്കുന്ന ഗ്രാഫ് എന്തിന് വളരെ അടുത്താണ്? ഐഡിയൽ ബിഹേവിയറിന് വളരെ അടുത്താണ്. മനസ്സിലായില്ലേ? T2 എന്ന് പറയുന്ന ഗ്രാഫ് വരച്ചിരിക്കുന്നത് ഐഡിയൽ ബിഹേവിയറിന് കുറേ ദൂരെയാണ്. അപ്പോൾ ഡീവിയേറ്റ് ചെയ്യുന്നു, വളരെയധികം ഡീവിയേറ്റ് ചെയ്യുന്നു. T3 എന്ന് പറയുന്ന ടെമ്പറേച്ചറിന് ഡീവിയേഷൻ വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എപ്പോഴാണ് ഇത് ഐഡിയൽ ബിഹേവിയറിൻ്റെ ക്ലോസ് ആയി വരുന്നത്? ഹൈ ടെമ്പറേച്ചർ. അപ്പോൾ ഈ ഗ്രാഫിൽ നിങ്ങളോട് ചോദിക്കുന്നത് ഏത് ടെമ്പറേച്ചറാണ് കൂടുതൽ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം ഇവിടെ ഏത് ടെമ്പറേച്ചറിലാണ് അത് ഐഡിയൽ ബിഹേവിയറിന് അടുത്ത് വരുന്നത്? T1 ടെമ്പറേച്ചർ. സോ T1 ഈസ് ദ ഹയസ്റ്റ് ടെമ്പറേച്ചർ, ദെൻ T2, ദെൻ T3. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രാഫാണ്. എന്ത് കാണിക്കുന്നത്? ഡീവിയേഷൻ ഓഫ് റിയൽ ഗ്യാസ് ഫ്രം ഐഡിയൽ ബിഹേവിയർ. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി മറ്റൊരു ഗ്രാഫ് നിങ്ങൾക്ക് ബോയിൽസ് ലോ ഗ്രാഫ് വരക്കാം. ബോയിൽസ് ലോന്റെ ഗ്രാഫ് എങ്ങനെയായിരുന്നു വരച്ചത് മക്കളെ? ബോയിൽസ് ലോന്റെ ഗ്രാഫ് എങ്ങനെയാണ് വരച്ചത്? നമുക്കറിയാം. ഇതാണ് ബോയിൽസ് ലോന്റെ ഗ്രാഫ്. ബോയിൽസ് ലോയുടെ ഗ്രാഫ് വരക്കുമ്പോൾ പ്രഷറും ഏതുമാണ്? വോളിയവും തമ്മിൽ ഗ്രാഫ് വരച്ചാൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫ്. ഞാൻ ഗ്രാഫ് വരച്ചു. എങ്ങനെയാണ് ഗ്രാഫ് വരക്കുന്നത് അറിയോ? ഇതാ ഒരു ഗ്രാഫ്. ഇത് റിയൽ ഗ്യാസിൻ്റെ ഗ്രാഫാണ്. ഇത് റിയൽ ഗ്യാസിൻ്റെ ഗ്രാഫ്. ഓക്കെ, ഇത് ഞാൻ വരച്ചിരിക്കുന്നത് T1 ടെമ്പറേച്ചറിലാണ്. അതേ സമയത്ത് നിങ്ങൾ ഐഡിയൽ ഗ്യാസിൻ്റെ ഗ്രാഫ് വരച്ചാൽ ആ ഐഡിയൽ ഗ്യാസിൻ്റെ ഗ്രാഫ് ഇതാണ് ഐഡിയൽ ഗ്യാസിൻ്റെ ഗ്രാഫ് ഫോർ T1 ടെമ്പറേച്ചർ. ദിസ് ഈസ് ഫോർ ഐഡിയൽ ഗ്യാസ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഫോർ വാട്ട്? റിയൽ ഗ്യാസ്. ഓക്കെ, ഞാൻ മറ്റൊരു ഗ്രാഫ് വരച്ചു. T2 ടെമ്പറേച്ചർ ഞാനൊരു ഗ്രാഫ് വരച്ചു. ദിസ് ഈസ് ഫോർ T2 ടെമ്പറേച്ചർ. ഏതിൻ്റെ കേസിലാണ് വരച്ചിരിക്കുന്നത്? റിയൽ ഗ്യാസ്. അതേ ടെമ്പറേച്ചറിൽ ഐഡിയൽ ഗ്യാസിൻ്റെ ഗ്രാഫ് വരച്ചാൽ ഐഡിയൽ ഗ്യാസിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നത്. ദിസ് ഈസ് T2 ഫോർ ഏത് ഗ്രാഫ്? ദറ്റ് ഈസ് ഫോർ ഏത് ഗ്യാസ്? ഐഡിയൽ ഗ്യാസ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഈ റിയൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയറിന് ഏറ്റവും അടുത്ത് വരുന്നത് ഏത് ടെമ്പറേച്ചറിനാണ്? ഇതാണ് T1 ടെമ്പറേച്ചറിലാണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഇവിടെ T1 ഈസ് ഗ്രേറ്റർ ദാൻ എന്താണ്? T2 ആണ്. ഇതേതാണ്? ഇത് ബോയിൽസ് ലോ ഗ്രാഫാണ്. ബോയിൽസ് ലോ. അപ്പോൾ ഈ രണ്ട് ഗ്രാഫിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഐഡിയൽ ബിഹേവിയറിൻ്റെ ഡീവിയേഷൻ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇത് കൃത്യമായി നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് നോക്കൂ. എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു മക്കളെ? കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ഒന്ന്, ഗ്യാസ് ലോസ് പറഞ്ഞു. ഓക്കെ, ദാറ്റ് ഈസ് ബോയിൽസ് ലോ. അതിൻ്റെ ഗ്രാഫ്, ചാൾസ് ലോ, ഇക്വേഷൻസ്, ഗ്രാഫ്, അതുപോലെ ഗേ-ലുസാക്സ് ലോ, ഇക്വേഷൻസ്, ഗ്രാഫ്, അതുപോലെ ഈ ഗ്രാഫുകൾ തന്നിട്ട് ക്വസ്റ്റ്യൻസ്
ചോദിച്ചാൽ എങ്ങനെയാണ് അതിൻ്റെ ആൻസർ എഴുതുന്നത് കൃത്യമായി പറഞ്ഞു. അതിനുശേഷം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ്റെ ഡെറിവേഷൻ പറഞ്ഞു. ഓക്കെ, അത് ഡിറൈവ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന അസംഷൻസ് ഏതൊക്കെയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഈ അസംഷൻസ് ആര് മാത്രമേ ഒബേ ചെയ്യുന്നുള്ളൂ? ഐഡിയൽ ഗ്യാസ് മാത്രമേ ഒബേ ചെയ്യുന്നുള്ളൂ അറ്റ് ഓൾ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. മനസ്സിലായോ? പക്ഷേ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് റിയൽ ഗ്യാസും എപ്പോഴാണ്? അണ്ടർ വൺ കണ്ടീഷൻ. എന്താണ്? ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. അത് ഓർമ്മിച്ച് വെക്കുക. പിന്നെ നമ്മൾ പറഞ്ഞത് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് എങ്ങനെയാണ് എഴുതുന്നത്, അത് വെച്ചിട്ട് പ്രോബ്ലംസ് ചോദിക്കും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റെ വാല്യൂ എത്രയാന്ന് പറഞ്ഞു. അത് SI സിസ്റ്റത്തിൽ CGS സിസ്റ്റത്തിൽ പഠിച്ചു വെക്കണം. അതുപോലെ എന്താണ് ബോൾസ്മാൻ കോൺസ്റ്റൻ്റെ വാല്യൂ എത്രയാന്ന് പറഞ്ഞു. ഓക്കെ, അതെന്താണ് ബോൾസ്മാൻസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഐഡിയൽ ഗ്യാസ് എന്താണ്. ഓക്കെ, ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ PV = nRT എന്ന് പറയുന്ന ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എല്ലാ ടെമ്പറേച്ചറിലും പ്രഷറിലും ഒബേ ചെയ്യുന്ന ഗ്യാസുകളാണ്. പക്ഷെ അങ്ങനെ ഒരു ഗ്യാസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ റിയൽ ഗ്യാസുകളും ഐഡിയൽ ബിഹേവിയർ ഒബേ ചെയ്യും, അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ ഒബേ ചെയ്യുന്നുണ്ട്. എപ്പോഴാണ്? അറ്റ് ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. അത് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. പിന്നെ എന്താണ് റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസ് എന്ന് എന്താണ് ഡീവിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഗ്രാഫ് വരച്ച് കാണിക്കാം. ഇതാണ് നമ്മൾ വരച്ച ഗ്രാഫുകൾ. കൃത്യമായി പഠിച്ചു വെക്കുക. ഇതുപോലെ നിങ്ങൾക്ക് ചാൾസ് ലോയുടെ ഗ്രാഫും വരക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.